കൃപാസനം പത്രം മെയ് 2026 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിൻ്റെയും സിസ്റ്റർ ജോമോളുടെയും സന്ദേശം. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഉടമ്പടി എടുക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകാനാണ്. ആ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. പേടി വിശ്വാസത്തിന് എതിരെയുള്ളതാണ്. വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ പേടി ഉണ്ടാകില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും. ജനങ്ങൾ ഈശോയോട് ചോദിക്കും, ദൈവം എന്താ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ യേശു മറുപടി പറയുന്നത് ഇപ്രകാരമാണ്. യോഹന്നാൻ 6:29. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഈശോയെ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശുമരണം. 1 കൊറിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. ഉടമ്പടിയിലുള്ളവർ ഈശോയുടെ സ്വന്തമാകുമ്പോൾ ഈശോയെ സ്നേഹിക്കണം. ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തി ഈശോ പറഞ്ഞത് ചെയ്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അവൻ പറയുന്നത് ചെയ്യുക, അത് അനുസരണയാണ്. സ്നേഹമുള്ള സ്ഥലത്ത് അനുസരണമുണ്ടാകും. കുരിശുമരണം വഴിയാണ് ദൈവം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. സങ്കീർത്തനം 16:11. നീ എന്നെ ഓർക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, ഞാൻ അനുഗ്രഹിക്കും. ഉടമ്പടിയിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കണം, അത് ധ്യാനിക്കണം. അതൊക്കെ നിങ്ങളോട് ഈശോ സംസാരിക്കുകയാണ്. ഞാൻ പാപിയായി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചതാണ് ഈശോ. അപ്പോൾ ഉടമ്പടിയിലുള്ള മക്കൾക്ക് എപ്പോഴും ആ ഒരു ബോധ്യമുണ്ടാകണം. എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്, ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന്. എന്നെ സ്വന്തമാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പുറപ്പാട് 20:24. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. സിസ്റ്റർ ജോമോളുടെ സന്ദേശം. ദൈവമാതാവിൻ്റെ ക്ഷണനം നിരസിക്കരുത്. 2012 ഒരു മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അതിനു മുമ്പ് 2010 നവംബർ മാസത്തെ കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തെ അടുത്തറിയുന്നത്. നീണ്ട 15 വർഷം കൃപാസനത്തെ കണ്ടും തൊട്ടും അനുഭവിച്ചറിഞ്ഞാണ് 2026 ആദ്യമായി കൃപാസനം പത്രത്തിൽ ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വിളിയെ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. മാമോദീസായിലൂടെ ദൈവമക്കളാകാൻ വിളി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പാലിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്നു എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വിജയമാണ്. യോഹന്നാൻ 3:3. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു വീണ്ടും ജനനത്തിന്റെ സാധ്യത ഈ കാലഘട്ടത്തിൽ തുറന്നിടുന്ന മരിയൻ ഉടമ്പടി പ്രാർത്ഥനയെ നമ്മൾ നിസ്സാരമായി കാണരുത്. ആര് നിന്നെ കൃപാസനത്തിലേക്ക് ക്ഷണിച്ചാലും അത് ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള ആകർഷണമാണ്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള ക്ഷണിക്കലാണ്. ഒരു സമർപ്പിതയായി ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ പേര് ചൊല്ലിയുള്ള ക്ഷണനത്തിന് പിന്നിൽ വലിയ കൃപകളുണ്ട്. ആ നിധി നമുക്കും സ്വന്തമാക്കാം.